കേരളപ്പിറവിക്ക് ശേഷം പരീക്ഷണങ്ങൾ കൊണ്ടും പരിഷ്കാരങ്ങൾ കൊണ്ടും ഇത്രയേറെ സങ്കീർണമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല പോലെ മറ്റൊന്ന് ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന EMSൻ്റെ മന്ത്രിസഭ 1957 വിദ്യാഭ്യാസ മന്ത്രിയായി നിയോഗിച്ചത് വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന, എല്ലാവരും ആദരിക്കുന്ന, ബഹുമാന്യനായിട്ടുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ആദ്യമായി കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ 11 ക്ലാസ്സുകൾ ഉള്ള ഒരു സംവിധാനം ആരംഭിച്ചു. 11 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ആ ഒരു സംവിധാനത്തെ വിശേഷിപ്പിച്ചത് 11+1+3 എന്നുള്ള ഒരു ഫോർമുലയിലാണ്. അതായത് 11 വർഷം ഹയർ സെക്കൻഡറി സ്കൂൾ, 1 വർഷം പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സർവകലാശാലയുടെ ആദ്യത്തെ വർഷം, അങ്ങനെ 12 വർഷം കഴിഞ്ഞ് 3 വർഷത്തെ ബിരുദ കോഴ്സ്, 15 വർഷം കൊണ്ട് ഒരു അടിസ്ഥാന ബിരുദം നേടുന്ന ഒരു സാഹചര്യമാണ് അന്ന് നിലവിൽ വന്നത്. എന്നാൽ എന്തുകൊണ്ടോ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പരിഷ്കാരം ഉപേക്ഷിച്ച് 10+2+3 എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. അല്ലെങ്കിൽ 10+2+3 എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ആ വർഷം വരെയും നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം. തുടർന്ന് ഉണ്ടായ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗത്ത് ആണ് ഈ +2 എന്ന് പറയുന്നത്. നേരത്തെ സർവകലാശാല വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ ഡിഗ്രി എന്ന പേരിൽ ആണ് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് ആ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന സമ്പ്രദായം സർവകലാശാലയിൽ നിന്ന് വേർപെടുത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലാക്കി അതിനെ +2 എന്ന് പേര് മാറ്റുകയും അത് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗമാക്കി അതിനെ മാറ്റുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10-60 വർഷങ്ങളായി നടന്നു വന്ന പരിഷ്കാരങ്ങളാണ്. ഈ പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ പലതും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന രീതിയിലാണ്. പല പരിഷ്കാരങ്ങളും ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തത് എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ രംഗത്ത് ഏത് പരിഷ്കാരം കൊണ്ടുവരുമ്പോഴും പ്രധാനമായി ലക്ഷ്യമാക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. എന്നാൽ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന മുന്നണി സർക്കാരുകൾ, അത് ഇടതുപക്ഷ മുന്നണിയാകട്ടെ ഐക്യ ജനാധിപത്യ മുന്നണിയാകട്ടെ, അതിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരുടെ അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ കക്ഷികളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കേരളത്തിൽ ഉണ്ടായി. ഒരു കാലത്ത് ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് നിരന്തരമായി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രതിനിധി ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആ പ്രതിനിധിക്ക് സ്വാഭാവികമായി ആ വിഭാഗത്തോടുള്ള കടപ്പാടും ആ സമുദായത്തോടുള്ള താല്പര്യമൊക്കെ കണക്കിലെടുത്ത് പുതിയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിനും ഉള്ള വിദ്യാലയങ്ങളിൽ പുതിയ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നതിനുമൊക്കെ ജാഗ്രത കാട്ടുകയും അതിൻ്റെ ഫലമായി പല ആളുകൾക്കും ജോലി ലഭിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എയ്ഡഡ് മേഖലയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഖജനാവിൽ നിന്നാണ് പണം കൊടുക്കുന്നതെങ്കിലും, ശമ്പളമായി കൊടുക്കുന്നതെങ്കിലും, അവിടുത്തെ നിയമനങ്ങളൊക്കെ ഇപ്പോഴും പൂർണ്ണമായി മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ്. ചില ചട്ടങ്ങളൊക്കെ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ വെറും സാങ്കേതികമായി ചുരുങ്ങി നിൽക്കുകയാണ്. മാനേജർമാർക്ക് ഇഷ്ടമുള്ള അധ്യാപകരെ ഈ പറയുന്ന എയ്ഡഡ് വിദ്യാലയങ്ങൾ നിയമിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, കാലാകാലങ്ങളിൽ അധികാരത്തിലിരുന്ന മുന്നണി മന്ത്രിസഭയിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പ്രത്യേക വിഭാഗത്തിൻ്റെ ആളുകൾ ഒരളവിൽ പറഞ്ഞാൽ അനർഹമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിലൂടെ നേടിയെടുത്തു എന്ന് പറഞ്ഞാലും ഒട്ടും അധികപ്പറ്റാവുകയില്ല. ഈ മതവിഭാഗത്തിൻ്റെത് മാത്രമല്ല,
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുന്നണി സർക്കാരാകുമ്പോൾ താരതമ്യേന ചെറിയ ഘടകകക്ഷികൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ LDFന് നേതൃത്വം കൊടുക്കുന്ന CPMഉം അതുപോലെ UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും ഈ വകുപ്പ് എന്തുകൊണ്ടോ ചെറിയ കക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിലവിൽ വന്നു. അങ്ങനെ വന്നപ്പോഴും യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തത്. ഇവരാരും തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തിന് ഉപരിയായി മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോയി. അത് ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതിന് രണ്ട് മുന്നണികളും ഉത്തരവാദികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഗുണനിലവാരം 2024 എത്തി നിൽക്കുമ്പോഴും വളരെ ശോചനീയമാണ് എന്ന് പറയേണ്ടി വരുന്നത്. സംഗതിവശാലാണെങ്കിലും കേരളത്തിലെ ഇന്നത്തെ മന്ത്രിസഭ അംഗമായിട്ടുള്ള ഒരു മന്ത്രി തന്നെ പറഞ്ഞു, 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് പോലും എഴുതാനും വായിക്കാനും അറിയില്ല എന്ന്. ഇതിനേക്കാൾ വലിയതായിട്ടുള്ള ഒരു കുറ്റസമ്മതം എന്താണ് നടത്താനിരിക്കുന്നത്? അദ്ദേഹത്തിന് തന്നെ അറിയാം ഇതൊരു സത്യമാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായപ്പോൾ, രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായപ്പോൾ, അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ ആരോപണം തൻ്റെ സഹപ്രവർത്തകൻ്റെ മേൽ തന്നെയാണല്ലോ ചെന്ന് പതിക്കുന്നതെന്ന് കണ്ടപ്പോൾ പതിവ് പോലെ അദ്ദേഹം അഭിപ്രായം മാറ്റി ഉരുളാൻ തുടങ്ങി. അത് മറ്റൊരു വശം. ഇപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം വളരെയേറെ ശോചനീയമായ അവസ്ഥയിലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള മറ്റൊരു വളരെ ദയനീയമായ സാഹചര്യം എന്ന് പറയുന്നത് 8ാം ക്ലാസ് വരെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രൊമോട്ട് ചെയ്ത് ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലാക്കണം. എന്ന് പറഞ്ഞാൽ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാൻ പാടില്ല എങ്കിൽ പോലും നിർബന്ധമായി അത്തരം വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച് 9ാം ക്ലാസ്സിലേക്ക് കയറ്റണം എന്ന ഒരു നയമാണ് കേരളം ഈ കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് യാതൊരു തരത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തുന്നതല്ല എന്ന് പല കോണുകളിൽ നിന്ന് വിമർശനമുണ്ടായിട്ടും സർക്കാർ അതിൽ നിന്ന് പുറകോട്ട് പോകാനായി ശ്രമിച്ചിട്ടില്ല. അത് UDF സർക്കാരാണെങ്കിലും LDF സർക്കാരാണെങ്കിലും ശരി, കഴിയുന്നിടത്തോളം വിദ്യാർത്ഥികളെ ജയിപ്പിച്ചു വിടുക, അവരുടെ നിലവാരത്തേക്കാൾ ഉപരിയായി സംഖ്യാപരമായി ജയിപ്പിച്ചു വിടുക എന്ന് പറയുന്ന വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു വന്നു. അങ്ങനെയുള്ളപ്പോഴാണ് പലപ്പോഴും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന 2ാം പിണറായി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി പുതിയ ചില പരിഷ്കാരങ്ങളുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ധാരാളം പരിഷ്കാരങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തേണ്ടതിനെ പറ്റിയൊക്കെ വളരെ വാചാലമായി പ്രസംഗിക്കാറും വളരെയേറെ ഉത്ബോധനങ്ങൾ നടത്താറുമുണ്ട്. പക്ഷേ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, അതായത് SSLC പാസ്സാകുന്ന കുട്ടികൾക്ക് കുറഞ്ഞത് 30% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്ന്. എന്നാൽ അവിടെ തുടർ മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ സമ്പ്രദായം അനുസരിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും 20 മാർക്ക് ഈ പറഞ്ഞ തുടർ മൂല്യനിർണ്ണയ ഫലമായി സ്കൂളിൽ നിന്നും പരീക്ഷയിൽ നിന്ന് 10% മാർക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ 30% മാർക്കോടുകൂടി ജയിച്ചു വരുന്ന ഒരു സാഹചര്യവും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ സ്കൂളുകാരും 20 മാർക്ക് ഈ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായി കൊടുക്കുമ്പോൾ വെറും 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ നേടുന്ന എല്ലാ വിദ്യാർത്ഥികളും SSLC പാസ്സാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് ഒരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി 30 മാർക്ക് നിർബന്ധമായി എഴുത്ത് പരീക്ഷയ്ക്ക് തന്നെ നേടണം എന്ന ഒരു വ്യവസ്ഥയുമായി മുന്നോട്ട് വന്നത്. അത് വന്നപ്പോഴേക്കും
പല പ്രസ്ഥാനങ്ങളും സംഘടിതമായി അതിനെ എതിർക്കാനായി തുടങ്ങി. ഇടതുപക്ഷ അനുഭാവികൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഒരു ഇടതുപക്ഷ പോഷക സംഘടനയെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കേരള ശാസ്ത്രീയ പരിഷത്ത് ഒക്കെ ഇതിനെതിരായി സംസാരിക്കാൻ തുടങ്ങി. അവർ പറയുന്നത് നമുക്ക് വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ പാടില്ല, വിദ്യാർത്ഥികൾ നിരന്തരമായി ജയിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന വളരെ വികലമായിട്ടുള്ള ന്യായവുമായാണ് അവർ രംഗത്ത് വന്നത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ സ്വാധീനം അവർ ഉപയോഗിച്ചു. ഇവിടെ കേരളം എക്കാലവും അപമാനിക്കപ്പെടുന്ന ട്രേഡ് യൂണിയൻ മിലിറ്റൻസി, സർവീസ് സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഇതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള ഒരു അലങ്കാര പ്രയോഗം മാത്രമുണ്ടെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനവുമൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെക്കാൾ ഉപരിയായി അവരുടെ രാഷ്ട്രീയ ബലവും സംഘടനാ ബലവും കാട്ടുന്നതിനാണ് ഈ രംഗമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യശോഷണത്തിന് പ്രധാനമായ കാരണം എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത, ഈ 30% മാർക്ക് SSLCക്ക് കുറഞ്ഞത് എഴുത്ത് പരീക്ഷയിൽ വേണം എന്ന് കൊണ്ടുവന്ന പരിഷ്കാരം പോലും ഇപ്പോൾ തട്ടിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു, അത് ഈ വർഷം 8ാം ക്ലാസ്സിൽ മാത്രം നടപ്പാക്കിയാൽ മതി 2027 SSLC പരീക്ഷയ്ക്ക്. അതായത് 3 വർഷം കഴിയുമ്പോൾ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാത്രം ഇത് ബാധകമാക്കിയാൽ മതി എന്ന് അദ്ദേഹം നേരത്തെ നടത്തിയ പ്രഖ്യാപനം തിരുത്തിയിരിക്കുകയാണ്. ഇത് ബാഹ്യമായ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ്. പോഷക സംഘടനകളുടെ അധ്യാപക മേഖലയിലും വിദ്യാർത്ഥി മേഖലയിലും ഇതുപോലെ ശാസ്ത്ര സാങ്കേതികം എന്നൊക്കെ പറയുന്ന മേഖലയിലുമുള്ള ആളുകളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അത്തരം പോഷക സംഘടനകളുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഈ തരത്തിൽ ചുവട് മാറ്റിയിരിക്കുന്നത്. ഇതൊരിക്കലും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതല്ല. 8ാം ക്ലാസ്സിൽ ഇപ്പോൾ ഈ വർഷം ഇത് പരീക്ഷിക്കും. തുടർന്ന് ഓരോ വർഷം 8, 9, 10 എന്ന രീതിയിൽ പരിഷ്കരിച്ച് 2027 ഇത് നടപ്പാക്കാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ ധരിച്ചു വശായിരിക്കുന്നത്. 2026 ആകുമ്പോഴത്തേന് ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകും. പിന്നെ അദ്ദേഹത്തിന് 2027 ഇത് നടപ്പാക്കാൻ കഴിയുമെന്ന് എന്ത് അധികാരത്തിലാണ് പറയാൻ കഴിയുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്നതാണ്. കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ നടത്തി ഈ വിദ്യാഭ്യാസ മേഖല കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ആകെ കുട്ടിച്ചോറായി കിടക്കുകയാണ്. ഈ വർഷം ഇറങ്ങിയിരിക്കുന്നത് പുതിയ പരിഷ്കാരവുമായിട്ടാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ. അതിൻ്റെ ഭാവി എന്താകുമെന്ന് വളരെ ആശങ്കയോടുകൂടിയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നോക്കിയിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മാറാത്തിടത്തോളം കാലം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒരു കാലത്തും സമാധാനപൂർണ്ണമായിരിക്കുകയില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും നിലവാരം അനുദിനം താഴേക്കേ പോവുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അധ്യാപക സംഘടനകൾ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾ ഒരു തരത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് ഇരയായി ക്യാമ്പസുകളിൽ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താനായി സാധിക്കുക? അപ്പോൾ അടിസ്ഥാനപരമായി പരിഹരിക്കേണ്ട പ്രശ്നം വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കക്ഷി രാഷ്ട്രീയത്തെ നിഷ്കാസനം ചെയ്യണം. രാഷ്ട്രീയം പഠിക്കട്ടെ, അത് നല്ലത് തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ. പക്ഷേ കക്ഷി രാഷ്ട്രീയവും ഈ തരത്തിലുള്ള അക്രമവാസനകളും ഒരു വിദ്യാഭ്യാസ ക്യാമ്പസിൽ ഉള്ളിടത്തോളം കാലം ഒരു തരത്തിലും കൃത്യമായി പഠനം നടത്തുവാനായി സാധിക്കുകയില്ല. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പരീക്ഷകൾ നടത്താനായി സാധിക്കുകയില്ല. ശാസ്ത്രീയമായി മൂല്യനിർണ്ണയം നടത്താനായി സാധിക്കുകയില്ല. വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും ഈ തുടർ മൂല്യനിർണ്ണയത്തിലൊക്കെ 20ൽ 20 മാർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള സമ്മർദ്ദം അധ്യാപകരുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം, അങ്ങനെ വെറും 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിയാൽ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ കൊണ്ട് താഴ്ത്തിയിരിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ദുരവസ്ഥ. അതുകൊണ്ട് അടിയന്തരമായി
ശാസ്ത്രീയമായി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി ഈ പറയുന്ന ഓൾ പാസ് സമ്പ്രദായം അവസാനിപ്പിക്കണം. യോഗ്യതയുള്ള കുട്ടികളെ മാത്രമേ തുടർ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മേൽ പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തി അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകണം. ഒരിക്കലും തോൽപ്പിച്ച് അവരുടെ ഭാവി ഇല്ലാതാക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവരെയും മുഖ്യധാരയിൽ കൊണ്ടുവരാൻ പ്രത്യേകമായ ശ്രമം നടത്തണം. അതിന് വളരെ സാങ്കേതികമായ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ധരുൾപ്പെടുന്ന സമിതികൾ നിർദ്ദേശിക്കണം. അല്ലാതെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സമ്മർദ്ദം ചെലുത്തുന്ന അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പറയുന്നതനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ സംവിധാനത്തെ കൊണ്ടുപോയാൽ ഈ നിലവാരം ഇനിയും ഓരോ ദിവസം കഴിയും തോറും താഴേക്കേ പോവുകയുള്ളൂ എന്നത് തന്നെയാണ് യഥാർത്ഥ വസ്തുത. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടും അതും പൂർണ്ണമായി കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ചില അംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത് വിദ്യാഭ്യാസം എന്നത് ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ളതുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ ആകെ സങ്കീർണങ്ങളായിരിക്കുകയാണ്. കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഓൾ പ്രൊമോഷൻ സമ്പ്രദായം നവീകരിക്കണം, പരിഷ്കരിക്കണം. ഇങ്ങനെ കണ്ണടച്ച് മുഴുവൻ ആളുകൾക്കും A+ഉം എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ വിജയവും നൽകുന്ന ആ ഒരു സമ്പ്രദായം അവസാനിപ്പിക്കണം. മൂല്യനിർണ്ണയത്തിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തണം. പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ പാഠ്യക്രമത്തിൽ മാറ്റം ആവശ്യമെങ്കിൽ വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു പരിഷ്കാരം കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അഖിലേന്ത്യാ പരീക്ഷകളിലൊക്കെ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ വളരെ പിന്നാക്കത്തിലാണ് എന്ന വസ്തുത കാണാതെ പോകരുത്. അത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു അധ്വാനത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിന് ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ആവശ്യമാണ്. എങ്ങനെയെങ്കിലും ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് താൽക്കാലികമായി ചില പരിഷ്കാരങ്ങൾ വരുത്തിയെന്ന് വീമ്പിളക്കിക്കൊണ്ട് അങ്ങനെ കളിക്കേണ്ടതായ ഒരു മേഖലയല്ല വിദ്യാഭ്യാസ രംഗമെന്ന് തിരിച്ചറിവുണ്ടാവണം. ഭരണകർത്താക്കൾക്കതുണ്ടാകണം. വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് നേതൃത്വമുള്ള ഒരു വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ഉടലെടുക്കണം. ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഈ മേഖലയിൽ നിന്ന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം മാറ്റിയെങ്കിൽ മാത്രമേ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഗുണകരമായി മെച്ചപ്പെടുകയുള്ളൂ എന്നതാണ് പരമമായ യാഥാർത്ഥ്യം.